ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. പുഷ്പഗിരിയിൽ സെൻട്രൽ സ്കൂൾ, ഇടമൺ 34. മാനേജ് ബൈ പുഷ്പഗിരിയിൽ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ്. Qualified teachers, well-equipped library and labs, smart class, kids section and extracurricular activities. My name is Stephen. I want to be a pilot. I want to be an IAS officer. Hi, my name is Darshana. I want to be a doctor. I want to be a professor. I want to be a chartered accountant. Hi, I want to be a teacher. Pushpagiril Central School, Idaman 34. Managed by Pushpagiril Education and Charitable Trust. Ayushri Ayurveda Hospital and Panchakarma College. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശ്രീല എന്ന് പറയുന്ന ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബൈയിൽ പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. നമസ്കാരം. എല്ലാ ചാനൽ ലൈവ് പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. ലൈവ് വാർത്തയിൽ ആദ്യം കാണാം പ്രധാന വാർത്ത. ആംബുലൻസും KSRTC ബസും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ ഉൾപ്പെടെ 4 മരണം. അപകടം നടന്നത് കുന്നിക്കോട് പച്ചിലവിളവിന് സമീപം. ദുഃഖവെള്ളിയും മേടവിഷുവും ഒരു ദിവസം. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, കണിയൊരുക്കി ഹൈന്ദവർ. സ്റ്റോപ്പുകളിലെ അവ്യക്തത നീങ്ങി. പുനലൂർ പാലക്കാട് പാലരുവി എക്സ്പ്രസ് 19 മുതൽ. വാർത്തകൾ വിശദമായി. ആംബുലൻസും KSRTC ബസും കൂട്ടിയിടിച്ച് ആംബുലൻസ് ഡ്രൈവർ ഉൾപ്പെടെ 4 പേർ മരിച്ചു. കുന്നിക്കോട് പച്ചിലവിളവിന് സമീപം വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. രോഗിയുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസും കൊല്ലത്തു നിന്നും പുനലൂരിലേക്ക് വരികയായിരുന്ന KSRTC ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. പത്തനാപുരം കടക്കാമൻ സുധീർ മൻസിലിൽ ഫാത്തിമ ബീവി, മകൾ ഹാജിറ, ബന്ധുവായ മലങ്കാവ് ലക്ഷംവീട് കോളനിയിൽ ഷെരീഫ്, ആംബുലൻസ് ഡ്രൈവർ പിടവൂർ പുല്ലാഞ്ഞിമൂട്ടിൽ സുബിൻ തോമസ് എന്നിവരാണ് മരിച്ചത്. മരണപ്പെട്ട ഫാത്തിമ ബീവിയുടെ ബന്ധു സബീനയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആസ്മ രോഗിയായ ഫാത്തിമ ബീവിയും കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയതായിരുന്നു ആംബുലൻസ്. അപകടത്തിൽ ആംബുലൻസ് പൂർണ്ണമായും തകർന്നു. ഓടിക്കൂടിയ നാട്ടുകാരാണ് ആംബുലൻസിൽ നിന്നും അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. ഞാൻ കയറി വരുമ്പോൾ വണ്ടി ക്രോസായി ഇടിച്ച് കിടക്കും. അപ്പോഴേ ഡോറ് തുറന്നപ്പോഴത്തെ ഒരു പെണ്ണുമ്പിള്ള എന്റെ പുറത്തോട്ട് വീണു. അവരുടെ കൈ ഒടിഞ്ഞു. അങ്ങനെ എവിടെ എടുത്ത് റോഡിൽ കിടത്തിയിട്ട് ഇവിടുന്ന് വന്ന എല്ലാ വണ്ടിയും കൈ കാണിച്ചു. ഒറ്റ വണ്ടി നിർത്തിയില്ല. ലാസ്റ്റ് ഒരു ഓട്ടോറിക്ഷ നിർത്തി ഓട്ടോ കയറ്റി വിട്ടു. അപ്പോഴത്തെ ആൾക്കാരെല്ലാം വന്നപ്പോഴത്തേക്ക് പിന്നെ പോലീസ് വണ്ടി വന്നു. പോലീസ് വണ്ടിക്കകത്ത് തന്നെ ഓരോരുത്തരെ കയറ്റി വിട്ടു. പിന്നെ 2 പേരെ വണ്ടി ഇരിക്കുന്നവരെ വലിച്ചിറക്കാച്ച് താമസമായിരുന്നു. അവർ കുരുങ്ങിയിരുന്നു.
അങ്ങനെ അവരെ വലിച്ചിറക്കി എല്ലാം കയറ്റി വിട്ട് ക്ലിയറാക്കി വിട്ടു. ഇവിടെ വെച്ച് ആർക്കും മരണമൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും ആംബുലൻസിൽ വന്നതെല്ലാവരും. പക്ഷെ ഇവിടെ വെച്ചൊന്നും കുഴപ്പമില്ല, എല്ലാവർക്കും ജീവനുണ്ടായിരുന്നു. മൊത്തം 5 പേര്, 3 സ്ത്രീയും 2 പുരുഷനും. പുനലൂർ ASP കാർത്തികേയൻ ഗോകുലചന്ദ്രൻ, കുന്നിക്കോട് SI സുഭാഷ് കുമാർ എന്നിവർ സ്ഥലത്തെത്തി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. അപകടത്തിൽപ്പെട്ട ആംബുലൻസ് ക്രെയിൻ ഉപയോഗിച്ച് റോഡരികിൽ നിന്നും മാറ്റിയ ശേഷമാണ് ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത്. ലൈവ് വാർത്ത കുന്നിക്കോട്. ദേശീയപാതയിൽ കുന്നിക്കോട് പച്ചിലവളവിന് സമീപം സ്ഥിരം അപകടക്കണിയായി മാറുന്നു. ദിവസേന 4ഉം 5ഉം അപകടങ്ങൾ വരെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. മതിയായ സൂചനാ ബോർഡുകളില്ലാത്തതാണ് അപകട കാരണമെന്ന ആക്ഷേപവും ശക്തമാകുന്നു. ദിവസേന 4ഉം 5ഉം അപകടങ്ങൾ വരെയാണ് ഈ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഈ ഭാഗത്തുള്ള വളവും വാഹനങ്ങളുടെ അമിത വേഗതയുമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. അപകട സൂചന നൽകുന്ന ബോർഡുകളോ ഒന്നും തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടുമില്ല. റോഡിന്റെ ഒരു ഭാഗത്തെ വലിയ കുഴിയാണ്. വ്യാഴാഴ്ച ഉണ്ടായ അപകടത്തിന്റെ നടുക്കത്തിലാണ് പരിസരവാസികൾ. ആംബുലൻസിൽ ഉണ്ടായിരുന്ന 5 പേരിൽ 4 പേരും മരണത്തിന് കീഴടങ്ങി. ഒരാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഒരു കുടുംബത്തിൽപ്പെട്ടവരുടെ ദുരന്തം പരിസരവാസികൾക്കും കടുത്ത ദുഃഖമാണ് സമ്മാനിച്ചത്. ആസ്മാബാധിതയായ ഫാത്തിമ ബീവിയെയും കൊണ്ടുള്ള യാത്ര ഇവരുടെ അവസാന യാത്രയാവുകയായിരുന്നു. ആംബുലൻസ് ഡ്രൈവർ സുബിൻ തോമസ് അവിവാഹിതനാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കെയാണ് സുബിൻ മരണത്തിന് കീഴടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പെസഹ വ്യാഴത്തിന്റെ ഭാഗമായി പുനലൂർ സെന്റ് മേരീസ് കത്തീഡ്രലിൽ കാൽകഴുകൽ ശുശ്രൂഷ നടന്നു. പുനലൂർ ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ കുഞ്ഞുമുത്തൻ ശുശ്രൂഷാകർമ്മം നിർവഹിച്ചു. ദൈവത്തിന്റെ നാമവും ദൈവത്തിന്റെ രൂപവും ദൈവത്തിന്റെ ഭാവവും കാരുണ്യമാണല്ലോ നാം കഴിഞ്ഞ വർഷം ആചരിക്കുകയുണ്ടായി. അത് ആഘോഷിച്ചു തീർക്കേണ്ടതല്ല, കാരുണ്യമായിട്ട് തീരേണ്ടതാണ്. ദിവ്യകാരുണ്യം എന്നാണ് പരിശുദ്ധ കുർബാനയിൽ നാം പറയുക. അതുകൊണ്ട് തന്നെ കാരുണ്യത്തിന്റെ ആ രൂപവും ഭാവവും നമ്മളുടെ പ്രതിഫലിക്കേണ്ടതായിട്ടുണ്ട്. പെസഹ വ്യാഴാഴ്ച ദിവസം വൈകുന്നേരം 5-ന് ദിവ്യബലി, തുടർന്ന് കാൽകഴുകൽ ശുശ്രൂഷ എന്നിവയും നടന്നു. കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് പുനലൂർ ബിഷപ്പ് റവറന്റ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കന്യാസ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കാലുകൾ കഴുകിയാണ് ബിഷപ്പ് ശുശ്രൂഷാകർമ്മം നിർവഹിച്ചത്. തുടർന്ന് ദിവ്യകാരുണ്യ സ്വീകരണവും ദിവ്യകാരുണ്യ ആരാധനയും നടന്നു. ദുഃഖവെള്ളിയാഴ്ച ദിവസം രാവിലെ 5:30-ന് പുത്തൻപാന വായന, 7-ന് ഭക്തിനിർഭരമായ കുരിശിന്റെ വഴി എന്നിവയും ഉണ്ടായിരിക്കും. ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന കുരിശിന്റെ വഴി കൂനംകുഴി, നേതാജി റോഡ്, ഭരണിക്കാവ് വഴി കത്തീഡ്രൽ ദേവാലയത്തിൽ എത്തിച്ചേരും. വിശുദ്ധ കർമ്മങ്ങൾക്ക് റവറന്റ് ഡോക്ടർ ക്രിസ്റ്റി ജോസഫ് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മലയാളികൾ കണിയൊരുക്കി വിഷുവിനെ വരവേൽക്കുന്നു. വിഷുവിന്റെ വരവറിയിച്ച് നാടെങ്ങും കണിക്കൊന്നകളും പൂത്തുലഞ്ഞ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. കേരളീയരുടെ കാർഷിക സമൃദ്ധിയുടെ ഉത്സവം കൂടിയാണ് വിഷു. കണിവെള്ളരിക്കയും കണിക്കൊന്നപ്പൂവും കാർഷിക വിഭവങ്ങളും ഒരുക്കി മലയാളികൾ വിഷുവിനെ വരവേൽക്കുന്നു. വിഷുവിന്റെ വരവറിയിച്ച് കിഴക്കൻ മേഖലയിൽ കണിക്കൊന്നകൾ പൂവിട്ടു നിൽക്കുന്നു. കണിക്കൊന്നപ്പൂവിന് ഇക്കുറി മാർക്കറ്റിൽ വലിയ ഡിമാൻഡാണ് അനുഭവപ്പെട്ടത്. കണിയൊരുക്കാൻ ഏറ്റവും ആവശ്യമായ കൊന്നപ്പൂവ് ശേഖരിക്കാൻ കിഴക്കൻ മേഖലയിൽ കുട്ടിക്കൂട്ടങ്ങളും മത്സരിക്കുകയായിരുന്നു. മാർക്കറ്റിൽ നിന്ന് അമിത വില കൊടുത്താണ് ഇക്കുറി കണിയൊരുക്കാനുള്ള സാധനങ്ങൾ പലരും വാങ്ങിയത്. ഫലസമൃദ്ധിയുടെ പ്രതീകമായ നന്മയുടെ ഉത്സവത്തെ വരവേൽക്കാൻ കിഴക്കൻ മേഖലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കെനിയയിലെ ജയിലിൽ കഴിയുന്ന പുന്നല സ്വദേശി പ്രവീൺ പ്രഭാകരന്റെ മോചനത്തിനായി പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും ഇമെയിൽ സന്ദേശം അയച്ചു. പത്തനാപുരം കല്ലിങ്കടവിൽ നടന്ന ചടങ്ങ് KB ഗണേഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പുന്നല കറവൂർ പ്രഭാവിലാസത്തിൽ പ്രവീൺ പ്രഭാകരന്റെ മോചനത്തിനായി മെറൈൻ ഫോറം ചാരിറ്റീസിന്റെ നേതൃത്വത്തിൽ പത്തനാപുരം കല്ലുംകടവിൽ സംഘടിപ്പിച്ച ഇമെയിൽ കാമ്പയിൻ പത്തനാപുരം MLA KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കെനിയയിലെ ജയിലിൽ 2.5 വർഷക്കാലമായി അകാരണമായി തടവിൽ കഴിയുന്ന പ്രവീണിന്റെ മോചനത്തിന് കേന്ദ്ര സർക്കാർ രാജ്യാന്തര തലത്തിൽ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. മദ്യവെച്ചുകൊണ്ട് പാവപ്പെട്ട 2 മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ചു കൊന്ന ഇറ്റാലിയൻ നാവികരെ അവിടെ നിന്ന് അവിടുത്തെ വിദേശകാര്യമന്ത്രി ഒരു എയർബസ് വിമാനത്തിൽ 120 പേർക്ക് കയറാം. നമ്മളെ വലിയ വിമാനമാണ്, നമ്മൾ
ഗൾഫിലൊക്കെ ഡൽഹിയിലേക്കും ഒക്കെ യാത്ര ചെയ്യുന്ന വിമാനം. ആ വിമാനത്തിൽ ആകെ 4 പേരാണ് വരുന്നത്. അവിടുത്തെ വിദേശകാര്യമന്ത്രി, കുറച്ച് ഉദ്യോഗസ്ഥന്മാർ, 5-6 പേര് വരെയാണ് ഈ വിമാനം. ഇതിനാ ഈ 2 കുറ്റവാളികളെ, അവരെ നാട്ടിലുള്ള 2 കുറ്റവാളികളെ പെട്ടുപോയവരെ കൊണ്ടുപോകാനാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിഷയം ഇന്ത്യയിൽ പെട്ടുപോയ 2 നാവികരെ കൊണ്ടുവരാൻ കഴിയുന്ന ആളാണ് ഓട്ടം. ആ നിലയിലാണ് അവിടെ കാര്യങ്ങൾ. പൗരന്മാരുടെ മൂല്യം മനസ്സിലാക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കണമെന്നും കേരളത്തിലെത്തി 2 മുക്കുവന്മാരെ വെടിവെച്ചു കൊന്ന ഇറ്റാലിയൻ നാവികർക്ക് എന്തു സംഭവിച്ചുവെന്നും ഗണേഷ് കുമാർ ചോദിച്ചു. പ്രവീണിന്റെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന നാവിക ജീവനക്കാരുടെ സംഘടനയായ മെറൈൻ ഫോറത്തിന്റെ ഭാരവാഹികളെയും അദ്ദേഹം അഭിനന്ദിച്ചു. പത്തനാപുരം കല്ലുംകടവിൽ വെച്ച് നടന്ന ചടങ്ങിൽ മെറൈൻ ഫോറം പ്രസിഡന്റ് ജോജി മാത്യു ജോർജ് അധ്യക്ഷത വഹിച്ചു. പ്രവീണിന്റെ മോചനത്തിനായി പ്രധാനമന്ത്രിക്കും വിദേശകാര്യ വകുപ്പ് മന്ത്രിക്കുമാണ് ഇമെയിൽ ക്യാമ്പയിനിലൂടെ ഇമെയിൽ സന്ദേശം അയച്ചത്. പ്രവീണിന്റെ മോചനത്തിനായി ബഹുജന പങ്കാളിത്തത്തോടെ 1,00,000 ഇമെയിൽ സന്ദേശം അയക്കുമെന്ന് ജോജി മാത്യു ജോർജ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. പ്രദീപ് ഗുരുകുലം ആമുഖ പ്രസംഗം നടത്തി. ബിജു തുണ്ടിൽ, മെറൈൻ ഫോറം സെക്രട്ടറി TG മാത്യൂസ്, P ശ്രീജിത്ത്, സുധാകരൻ കൂടൽ, രാജശേഖരൻ നായർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ പാലക്കാട് പാലരുവി എക്സ്പ്രസ് ഈ മാസം 19 മുതൽ ഓടിത്തുടങ്ങും. സ്റ്റോപ്പുകൾ നിർണയിച്ചതിലെ അവ്യക്തതകൾ നീങ്ങിയതോടെയാണ് ട്രെയിൻ ഓടാനുള്ള സാധ്യത തെളിഞ്ഞത്. പുനലൂരിൽ നിന്നും പാലക്കാട്ടേക്കുള്ള എക്സ്പ്രസ് ട്രെയിൻ ഈ മാസം 19 മുതൽ സർവീസ് നടത്തുമെന്ന് സൂചന. നിർദ്ദിഷ്ട പുനലൂർ പാലക്കാട് ട്രെയിനിന് പാലരുവി എക്സ്പ്രസ് എന്നാണ് റെയിൽവേ പേര് നൽകിയിരിക്കുന്നത്. പുനലൂരിൽ നിന്നും പാലക്കാട്ടേക്കുള്ള ട്രെയിൻ നമ്പർ 1679-1 ആയിരിക്കും. പാലക്കാട് നിന്നും പുനലൂരിലേക്കുള്ള ട്രെയിൻ നമ്പർ 1679-2 ആയിരിക്കുമെന്ന് റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചു. ഈ മാസം 20 മുതൽ ഷെഡ്യൂൾ സമയപ്രകാരം സർവീസ് നടത്താനാണ് റെയിൽവേ ബോർഡിന്റെ നിർദ്ദേശം. തുടക്കത്തിൽ 11 കോച്ചുകളാണ് ഈ സർവീസിലുള്ളത്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് കോച്ചുകളുടെ എണ്ണം കൂട്ടുമെന്ന് റെയിൽവേ ബോർഡ് ഉറപ്പു നൽകി. ദിവസവും രാവിലെ 3:25 പുനലൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ 4:40 കൊല്ലം സ്റ്റേഷനിലെത്തും. അവിടെ നിന്നും 5 പുറപ്പെടുകയും 9:35 എറണാകുളം ടൗൺ സ്റ്റേഷനിലെത്തും. 9:40 ഇവിടെ നിന്നും പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:20 പാലക്കാട് ജംഗ്ഷനിൽ എത്തിച്ചേരും. പാലക്കാട് നിന്നും തിരികെ വൈകുന്നേരം 4 പുറപ്പെടുന്ന ട്രെയിൻ 7:05 എറണാകുളം ടൗൺ സ്റ്റേഷനിലെത്തും. 7:10 ഇവിടെ നിന്ന് പുറപ്പെട്ട് രാത്രി 11:25 കൊല്ലം സ്റ്റേഷനിലും 11:55 കൊല്ലത്ത് നിന്നും പുറപ്പെട്ട് പുലർച്ചെ 1:20 പുനലൂർ സ്റ്റേഷനിലും എത്തും. 25 സ്റ്റോപ്പുകളാണ് പാലരുവി ട്രെയിനിന് അനുവദിച്ചിട്ടുള്ളത്. ആവണീശ്വരം, കുര, കൊട്ടാരക്കര, ഏഴുകോൺ, കിളികൊല്ലൂർ, കൊല്ലം, മൺറോത്തുരുത്ത്, ശാസ്താംകോട്ട, കരുനാഗപ്പള്ളി, കായംകുളം, ചെറിയനാട്, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, എറണാകുളം ടൗൺ, ആലുവ, തൃശൂർ, ഒറ്റപ്പാലം എന്നിവിടങ്ങളിലാണ് ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ, പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475-233-5515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475-222-1205.
White Pearl Fashion Destination, Main Road, Punalur. Sari, chudar materials, kids wear, gents wear, party wear തുടങ്ങി quality textiles ഉൽപ്പന്നങ്ങൾ. White Pearl Fashion Destination, Main Road, Punalur. അഞ്ചൽ അഗസ്ത്യക്കോട് കൊക്കോട്ട് മൂർത്തിക്കാവിലെ ഉത്രം തിരുനാൾ മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഊരുചുറ്റു ഘോഷയാത്രയിൽ 100 കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കാളികളായത്. അഗസ്ത്യക്കോട് കൊക്കോട് മൂർത്തിക്കാവിലെ ഉത്രം തിരുനാൾ മഹോത്സവം ഭക്തിസാന്ദ്രമായി. 100 കണക്കിന് ആളുകൾ ക്ഷേത്ര ദർശനത്തിനായി എത്തിച്ചേർന്നു. ഊരുചുറ്റു ഘോഷയാത്രയിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രസന്നിധിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര വെട്ടിക്കോട് ഗുരുമന്ദിരം, അഗസ്ത്യക്കോട് മഹാദേവർ ക്ഷേത്രം, ഗുരുവായൂരപ്പൻ ക്ഷേത്രം വഴി തിരികെ കാവിലെത്തിച്ചേർന്നു. മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഗുരുസിയും നൃത്തനാടകവും നടന്നു. ഉത്സവത്തിന് കാവുരക്ഷാധികാരി എ ഗോപി, പ്രസിഡന്റ് ശശിധരൻ, സെക്രട്ടറി മണിനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ നഗരത്തിൽ നടപ്പാതകളില്ലാത്തത് കാൽനട യാത്രക്കാരെ ഏറെ വലയ്ക്കുന്നു. നടപ്പാതകൾ നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. പുനലൂർ നഗരത്തിൽ ഒരിടത്തും നടപ്പാതകളില്ല. കാൽനടയാത്ര ഇതുമൂലം ദുഷ്കരമായിരിക്കുകയാണ്. വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് കടന്നുപോകുമ്പോൾ യാത്രക്കാർക്ക് ഒഴിഞ്ഞു മാറാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. സ്കൂൾ കുട്ടികളടക്കം മിക്കപ്പോഴും അപകടത്തിൽപ്പെടാറുണ്ട്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, താലൂക്ക് ആശുപത്രി ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് അപകടങ്ങൾ കൂടുതലും നടക്കുന്നത്. കഴിഞ്ഞ 1 മാസത്തിനിടെ 60ഓളം അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. അപകടങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാൽനടയാത്രക്കാരെ വാഹനങ്ങൾ ഇടിച്ചിടുന്നതും പതിവ് സംഭവമാണ്. തിരക്കേറിയ സമയങ്ങളിൽ അപകട നിരക്ക് വർദ്ധിക്കുകയാണ്. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും പോലീസ് സാന്നിധ്യം ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. അപകടങ്ങൾ നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ടവർ ആകെ ചെയ്തത് റോഡിൽ സീബ്ര ലൈനുകൾ വരച്ചതു മാത്രമാണ്. ലൈവ് വാർത്ത, പുനലൂർ. നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചിട്ടും പുനലൂരിലെ വ്യവസായ പാർക്ക് യാഥാർത്ഥ്യമായില്ല. വ്യവസായ പാർക്ക് യാഥാർത്ഥ്യമാക്കാത്തതിനെതിരെ പ്രതിഷേധവും ശക്തമാകുന്നു. കിഴക്കൻ മേഖലയുടെ വ്യവസായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ വ്യവസായ പാർക്ക് സംരംഭകർക്കായി തുറന്നു കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ പണികൾ പൂർത്തിയായിട്ടും ബന്ധപ്പെട്ടവർ മൗനം പാലിക്കുകയാണ്. വ്യവസായ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ വ്യവസായ സംരംഭകർക്കായി ഇവിടെ ഒരുക്കി കഴിഞ്ഞു. സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയുടെ നിർമ്മാണവും പൂർത്തിയായി. കോടികളാണ് ഇതിനായി വ്യവസായ വകുപ്പ് ചെലവിട്ടത്. വ്യവസായ സംരംഭകരെ ക്ഷണിച്ചുകൊണ്ട് നേരത്തെ തന്നെ പത്രപരസ്യങ്ങളും ചെയ്തിരുന്നു. ജനറൽ വിഭാഗത്തിലെ വ്യവസായങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. പുതിയ സർക്കാർ അധികാരത്തിൽ എത്തിയതോടെ വ്യവസായ പാർക്ക് തുറന്നു കൊടുക്കുമെന്നായിരുന്നു കിഴക്കൻ മേഖലയുടെ പ്രതീക്ഷ. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും സർക്കാർ നടപടിയെടുക്കാത്തതാണ് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആംബുലൻസും KSRTC ബസും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ ഉൾപ്പെടെ 4 മരണം. അപകടം നടന്നത് കുന്നിക്കോട് പച്ചിലവിളവിന് സമീപം. ദുഃഖവെള്ളിയും മേടവിഷുവും ഒരു ദിവസം. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, കണിയൊരുക്കി ഹൈന്ദവർ. സ്റ്റോപ്പുകളിലെ അവ്യക്തത നീങ്ങി. പുനലൂർ പാലക്കാട് പാലരുവി എക്സ്പ്രസ് 19 മുതൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം. Ni
916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475-235-2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ശ്രീല എന്ന് പറയുന്ന ഡോക്ടർ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഈ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബൈയിൽ പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം.